അമേരിക്കൻ സൈന്യം ഇറാനിൽ നടത്തിയ ഒരു വലിയ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ സ്കോപ്പ് തന്നെ ഇപ്പോൾ മാറുകയാണ്. ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറി പൊട്ടിത്തെറിക്കുന്ന അതിമാരകമായിട്ടുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അമേരിക്ക ഇറാനിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ വലിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ്. ഇറാനിലെ ഇസ്ഫഹാനിലുള്ള ആയുധ കേന്ദ്രത്തിന് നേരെയാണ് അമേരിക്ക ഈ മാരക ബോംബുകൾ വർഷിച്ചത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ സാധാരണ ബോംബുകളെ പോലെ നിലത്ത് വീണാൽ ഉടൻ പൊട്ടിത്തെറിക്കില്ല. പകരം കട്ടിയുള്ള കോൺക്രീറ്റോ പാറയോ തുരന്ന് 200 അടിയോളം താഴേക്ക് പോയ ശേഷമേ ഇവ പൊട്ടിത്തെറിക്കൂ. ഇറാനിൽ പ്രയോഗിച്ച ഈ ബോംബുകൾക്ക് ശരാശരി 900 കിലോ ഭാരമുണ്ട്. ഇതിന്റെ 80% കട്ടിയുള്ള ഉരുക്ക് ചട്ടക്കൂടാണ്. അതുകൊണ്ട് തന്നെ ഇവ ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ തന്നെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടും. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ശത്രു കേന്ദ്രങ്ങളെ തകർക്കാൻ മാത്രമാണ് ഇത്തരം ബോംബുകൾ ഉപയോഗിക്കാറുള്ളത്. കമ്പ്യൂട്ടർ സഹായത്തോടെ ലക്ഷ്യം കൃത്യമായി കണ്ടെത്തി കുത്തനെ പതിക്കാൻ ഇവയ്ക്ക് സാധിക്കും. വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പ്രകാരം ഇസ്ഫഹാനിലെ ബദർ സൈനിക കേന്ദ്രമാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന അതീവ സുരക്ഷാ കേന്ദ്രം കൂടിയാണ് ഇസ്ഫഹാൻ എന്ന അമേരിക്കയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷവും അമേരിക്ക ഈ മേഖലയിൽ തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതിലൂടെ ഇറാന്റെ ഭൂഗർഭ ആയുധപ്പുരകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അമേരിക്ക കടന്നിരിക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ദുബായ് തീരത്ത് നങ്കൂരമിട്ടിരുന്ന അൽ സാൽമി എന്ന കുവൈത്ത് ഭീമൻ എണ്ണക്കപ്പലിന് നേരെ ഇറാനിയൻ സൈന്യം ആക്രമണം നടത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണെങ്കിലും പൂർണ്ണമായും എണ്ണ നിറച്ച കപ്പലായതിനാൽ കടലിൽ വലിയ എണ്ണ ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് കുവൈത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ആഗോള വ്യാപാരത്തിന് നിർണായകമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും ഇറാനെതിരായ സൈനിക നീക്കം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ട്രംപ് സഹായികളോട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇസ്ഫഹാനിലെ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ആക്രമണവും കടലിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ തിരിച്ചടിയും പശ്ചിമേഷ്യ ഒരു പൂർണ്ണ യുദ്ധത്തിന്റെ കെടുതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ സൈനിക ശേഷിയുടെ പൂർണ്ണ രൂപം പുറത്തെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ലോകം വലിയ പ്രതിസന്ധികളെ ആകാം നേരിടാൻ പോകുന്നത്. ഗൾഫ് മേഖലയിലെ സമാധാനം ഇപ്പോൾ ഒരു നൂൽപാലത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളം.